അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം സത്യത്തിൽ സൗത്ത് ഏഷ്യയും സെൻട്രൽ ഏഷ്യയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് റീജിയനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കാൻ പോകുന്നു എന്ന പ്രസിഡന്റ് ട്രംപിന്റെ സ്ഥിരീകരണമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് റീജിയണിൽ ഇസ്രായേലിന്റെ കൈവശം മാത്രമാണ് F-35 ഉള്ളത്. വേറെ രാജ്യങ്ങളുടെ കൈവശം ഒന്നും തന്നെ F-35 ഇല്ല. ഒരുപാട് നാളുകളായിട്ട് സൗദി, UAE പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും F-35 നൽകാൻ അമേരിക്ക തയ്യാറായില്ല. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കയ്യിൽ ഇത് വേണ്ട എന്നായിരുന്നു അമേരിക്ക ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പോ സൗദി അറേബ്യയ്ക്ക് തങ്ങൾ കൊടുക്കാൻ പോകുന്നു എന്ന ട്രംപിന്റെ പ്രഖ്യാപനം ശരിക്കും പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏടായിട്ട് മാറുകയാണ്. ഏതെങ്കിലും ഒരു F-35 അല്ല കൊടുക്കുന്നത്. എന്താണോ ഇസ്രയേലിന് നൽകിയത് ഏതാണ്ട് അതിന് സമാനമായ വിമാനങ്ങൾ തന്നെ ആയിരിക്കും സൗദിക്കും അമേരിക്ക കൊടുക്കുക. 48 F-35 ജെറ്റുകളാണ് സൗദി US-നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്രയും എണ്ണം തന്നെ കൊടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ ഈ ഒരു തീരുമാനം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഇതിലെ മറ്റൊരു വശം. സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വികസനത്തിന് ഇന്ത്യയുടെയും ഇന്ത്യക്കാരുടെയും കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് കൊടും ദാരിദ്ര്യത്തിലായിരുന്ന സമയത്ത് പോലും ഇന്ത്യ പല രീതിയിൽ ഈ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് പല ഗൾഫ് രാജ്യങ്ങളും ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ കറൻസി പോലുമായിരുന്നു. ഇന്ത്യൻ രൂപയായിരുന്നു അവരുടെയും കറൻസി. പിന്നീടാണ് അവർ സ്വന്തം കറൻസിയിലേക്കൊക്കെ മാറുന്നത്. ഇന്നിപ്പോ ഗൾഫ് നമ്മളെക്കാൾ വളരെ വികസിതമാണ്. അതിനവർക്ക് സഹായകരമായത് കണക്കില്ലാത്തത്ര ഓയിലിന്റെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉൾപ്പെടെയുള്ളവയാണ്. സോ അതുകൊണ്ട് ആ രാജ്യങ്ങൾ ഇന്ന് സമ്പന്നമായി. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എനിമി കൂടിയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാര് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ഗൾഫ് രാജ്യമാണ് UAE. ഇന്ത്യ UAE റിലേഷൻ മറ്റ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, വിശേഷിച്ച് ഗൾഫ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷനാണ്. അതുകൊണ്ട് നമുക്കിവിടെ UAE മാറ്റി നിർത്താം. ബാക്കിയുള്ള ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്കുള്ള ബന്ധം എന്ന് പറയുന്നത് സൗഹൃദമാണെന്ന് പറയുമ്പോൾ തന്നെ ഏത് സമയത്തും സൗഹൃദം ഇല്ലാതാകാനുള്ള സാധ്യതയുമുണ്ട്. ഒരു പൊട്ടൻഷ്യൽ എനിമി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഈ രാജ്യങ്ങളൊക്കെ. സൗദി അറേബ്യയുടെ കാര്യം പറഞ്ഞാൽ ഇന്ത്യയുടെ സുഹൃത്താണ് സൗദിയെങ്കിൽ ഒരിക്കലും ഇന്ത്യയുടെ ശത്രു രാജ്യവുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഡിഫൻസ് എഗ്രിമെന്റിന് സൗദി തയ്യാറാവില്ല. ഇവിടെയാണ് സൗദി അറേബ്യ ഇന്ത്യ റിലേഷനിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ചില വസ്തുതകൾ. സൗദി ഇന്ത്യയുടെ സുഹൃത്താണെന്നാണ് പൊതുവെ പറയാറ്. ഇന്ത്യയും സൗദിയും പരസ്പരം പല മേഖലകളിലും സഹകരിക്കുന്നുണ്ട്. ഡിഫൻസ്, സ്പേസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യ സൗദിക്ക് സപ്പോർട്ട് കൊടുക്കുന്നുമുണ്ട്. പക്ഷെ എന്നിട്ടും പാകിസ്ഥാനുമായിട്ട് ഒരു ഉടമ്പടിയിൽ സൗദി ഒപ്പുവെച്ചു. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാനെ ആക്രമിച്ചാൽ അത് സൗദിക്ക് നേരെയുള്ള ആക്രമണമായി കണ്ടുകൊണ്ട് സൗദി അറേബ്യ പാകിസ്ഥാന് സപ്പോർട്ടുമായി വരും. ഏതാണ്ട് ഒരു നാറ്റോ മോഡൽ എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തത്. ഏതെങ്കിലും ഒരു രാജ്യം സൗദിയെ ആക്രമിച്ചാൽ സൗദിക്ക് സപ്പോർട്ടുമായി പാകിസ്ഥാനും പോവും. അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ഒരുപക്ഷെ സൈൻ ചെയ്തത് ഇന്ത്യയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാകണം എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇറാന്റെ ആക്രമണ ഭീതി കൊണ്ട് സൗദി ഒപ്പുവെച്ചതാകാം, ഇന്ത്യയുടെ ആക്രമണ ഭീതി കൊണ്ട് പാകിസ്ഥാനും ഒപ്പുവെച്ചതാകാം. പക്ഷെ ഇങ്ങനെയാണെങ്കിലും ഇത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു കരാറേ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും എല്ലായ്പ്പോഴും ശത്രുതയിലുള്ള രാജ്യങ്ങളാണ്. മുൻകാലങ്ങളിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ സൗദി അറേബ്യ ഏതെങ്കിലും ഒരു രൂപത്തിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് എടുത്തിട്ടുള്ളത്. പാകിസ്ഥാന് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓയിലിന്റെ സപ്ലൈ യാതൊരു തടസ്സവുമില്ലാതെ നടത്തിയിട്ടുണ്ട്. ആയുധങ്ങൾ ആവശ്യത്തിന് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ, ചില യുദ്ധങ്ങളുടെ സമയങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യക്കുള്ള ഓയിൽ സപ്ലൈ പോലും നിർത്തിവെക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പല കാലങ്ങളിലും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ, അത് മതപരമായ കാരണങ്ങളാണ്. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് എന്നതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ പലപ്പോഴും പാകിസ്ഥാനൊപ്പം നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല ചങ്ങാത്തത്തിലൊക്കെ ആണെങ്കിലും നാളെ ഇന്ത്യയും സൗദിയും ശത്രുക്കളായിക്കൂടാ എന്നൊന്നുമില്ല. ഉദാഹരണം തുർക്കിയാണ്. ഇന്ത്യയുമായിട്ട് നല്ല ടേംസിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു തുർക്കി. പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ഇന്ന് വളരെ മോശം അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പൊട്ടൻഷ്യൽ എനിമിയാണ് സൗദി എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു രാജ്യത്തിന്റെ കയ്യിൽ F-35 കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഈ F-35 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് വേണ്ടിയിട്ട്
ഇന്ത്യക്കെതിരെ സൗദി ഉപയോഗിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉപയോഗിച്ചേക്കാം. നമ്മൾ നയതന്ത്ര തലത്തിൽ ഇന്നിപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വെച്ച് മാത്രം നമുക്ക് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 10, 20, 30 വർഷങ്ങൾക്ക് ശേഷം എന്തായിരിക്കും അവസ്ഥയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. ആ നിലയ്ക്ക് ഇന്ത്യയുമായിട്ട് അത്രയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇന്ന് സൗദി അറേബ്യ. കാരണം സൗദി പാകിസ്ഥാൻ എഗ്രിമെന്റ് ഈ അടുത്തിടെയാണ് ഉണ്ടായത്. സോ അത് പാകിസ്ഥാനോട് കൂടുതൽ സൗദി അടുത്ത് നിൽക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. ഇന്ത്യ ഒരു മേജർ പവർ ആയതുകൊണ്ടും ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും ആഗോളതലത്തിൽ ഇന്ത്യക്ക് ശക്തമായ സ്വാധീനമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടും ഇന്ത്യ സൈനിക ശക്തിയിലും എക്കണോമിക് പവറിലും വളരെ മേജർ ആയിട്ടുള്ള ഒരു ശക്തിയാണെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടുമാണ് സൗദി ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ പോകുന്നത്. ഇല്ലെങ്കിൽ കുറെ കൂടി തുറന്ന് തന്നെ പാകിസ്ഥാനുമായി സഹകരിക്കാൻ ചിലപ്പോൾ സൗദി തയ്യാറായനെ. ഇന്ത്യയുടെ ഒരു സ്വാധീനവും ശക്തിയും കണ്ട് ഭയന്ന് തന്നെയാണ് സൗദി ഒരു സൗഹൃദ ഭാവത്തിൽ ഇന്ത്യയോടും മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഇന്ത്യ ഒരു വലിയ വിപണിയാണ്, ഒരു മാർക്കറ്റാണ്. സൗദി കമ്പനികൾക്കും ധാരാളം നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ അതും ഒരു ഘടകമാണ്. പക്ഷെ യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളിൽ ഇതൊന്നും ആയിരിക്കില്ല അവിടെ പ്രധാനമായിട്ടും ചർച്ചയാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ നാളെ ഇന്ത്യക്കെതിരെ തിരിഞ്ഞുകൂടാ എന്നൊന്നുമില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കാനുള്ള ഡീപ് സ്റ്റേറ്റിന്റെ പ്ലാനിൽ മതം ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇസ്ലാമിക രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കുക എന്നൊരു ലക്ഷ്യം ഡീപ് സ്റ്റേറ്റിനും ഉണ്ടോ എന്ന് നമ്മൾ ന്യായമായും സംശയിക്കേണ്ടതുണ്ട്. കാരണം ആദ്യം പാകിസ്ഥാൻ ആയിരുന്നു, ഇപ്പോൾ ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരെ തിരിച്ചു. കാരണം ഇന്ത്യൻ അനുകൂലമായിട്ടുള്ള ഒരു ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് അവരെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയെ എതിർക്കുന്ന ഒരു ഭരണകൂടത്തെ അവിടെ കൊണ്ടുവന്നത്. അതുപോലെ തുർക്കി ഇന്ന് ഇന്ത്യയുടെ എതിരെയാണ്. സൗദി പാകിസ്ഥാനുമായിട്ട് ഒരു ഡിഫൻസ് ഡീല് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് അമേരിക്കയുടെ അറിവും ആശീർവാദവും ഉണ്ടാവില്ല എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? ട്രംപിനോട് ചോദിച്ചിട്ട് തന്നെയായിരിക്കും ആ എഗ്രിമെന്റ് സൈൻ ചെയ്തത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ ഭരണകൂടത്തിന് വളരെ സ്വാധീനമുള്ളൊരു രാജ്യം തന്നെയാണ് സൗദി. അപ്പോൾ ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കാനുള്ള ഒരു ശ്രമം ഡീപ് സ്റ്റേറ്റ് ബോധപൂർവം നടത്തുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇനിയുള്ള നാളുകളിൽ ഇത് കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയാം. എന്തായാലും ഇവിടെ ഇന്ത്യയെ പോലെ തന്നെ പെട്ടുപോകുന്ന മറ്റൊരു രാജ്യമാണ് ശരിക്കും ഇസ്രായേൽ. ഒരുപക്ഷെ ട്രംപ് ഉറപ്പ് കൊടുത്തിരിക്കാം ഇസ്രായേലിന് ഒരിക്കലും ഈ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനെതിരെ സൗദി ഉപയോഗിക്കില്ല എന്നോ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സുരക്ഷ അമേരിക്ക നോക്കിക്കൊള്ളാമെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പ് ട്രംപ് ഇസ്രായേലിന് കൊടുത്തിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ തൽക്കാലം ആശങ്കപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും ആ ഒരു ഡോമിനൻസ് ഇല്ലാതാവും. കാരണം ഇസ്രായേലിന്റെ കൈവശം F-35 കൂടി വന്നതോടെയാണ് അവർ കൂടുതൽ പവർഫുൾ ആയിട്ട് മാറിയത്. സോ മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്ന ഇസ്രായേലിന് ഇനി മുതൽ അവിടെ ഈ ഒരു യുദ്ധവിമാനം സൗദിക്ക് കിട്ടുമ്പോൾ സൗദിയും ഇസ്രായേലിനൊപ്പം തന്നെ എയർ ഡോമിനൻസിൽ ഒരു പവർഫുൾ ശക്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സോ എന്നിരുന്നാലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നും ഇസ്രായേലിനില്ല. കാരണം അമേരിക്കയുടെ ഒരു പ്രൊട്ടക്ഷൻ എന്നും ഇസ്രായേലിനുണ്ടാവും. പക്ഷെ ഇന്ത്യയുടെ കേസിൽ ഭയം എന്നതിലുപരിയായിട്ട് ഇന്ത്യ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായിട്ട് വരും. കാരണം ശത്രുവിന്റെ സുഹൃത്തിന്റെ കയ്യിലാണ് ഈ ആയുധങ്ങൾ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ അത് തങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ കൂടുതൽ കരുതലെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് തീർത്ത് പറഞ്ഞിട്ടുണ്ട് F-35 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ സൗദിക്ക് കൊടുക്കുമെന്നുള്ളത്. എന്തായാലും ഇന്ത്യയുടെ AMCA പൂർത്തിയാവുന്നത് വരെ മാത്രമേ ഉള്ളൂ ആശങ്കകൾ. AMCA പൂർത്തിയായി കഴിഞ്ഞാൽ 2028 മിക്കവാറും പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങും. 2032-33 മാസ് പ്രൊഡക്ഷൻ നടത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ഒരു F-35 നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും AMCA. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.